രാവിലെ തന്നെ ഞങ്ങൾ 3 പേരും കൂടെ കുളിച്ചിട്ടൊരു യാത്ര പോവുകയാണ്. ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ചുകൂടെ പോകണം. ഇപ്പോൾ ഒരു അമ്പലത്തിൽ പോയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഉമേനല്ലൂർ വയൽ. അപ്പോൾ രാവിലെ വയലിൻ്റെ ഭംഗിയൊക്കെ കണ്ടോ, സൂര്യനൊക്കെ ഉദിച്ച് ഇരിക്കുന്ന നല്ല മനോഹരമായ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോവുക. ഇപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. കൊയ്ത്തൊക്കെ കഴിഞ്ഞ് വയൽ നല്ല ക്ലീനായിട്ട് കിടക്കുകയാണ്. ഇവിടെ നല്ലൊരു ഉത്സവം വരുന്നുണ്ട്, അത് വയലിലാണ്. അതൊക്കെ ഇനി വരുന്ന ഉത്സവം ആകുമ്പോഴേക്കും ഞാൻ ഇടാം. ഇപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ സ്വർഗ്ഗപുരം ദേവീ ക്ഷേത്രത്തിൽ പോയാണ്. അപ്പം കൊല്ലം ജില്ലയിൽ താന്നിയിൽ സ്വർഗ്ഗപുരം ദേവീ ക്ഷേത്രം. അപ്പോൾ അവിടുത്തെ ഞങ്ങൾ 2 ദേവിമാരാണ് ഉള്ളത്. അപ്പോൾ കടലിൻ്റെയും ഈ അമ്പലത്തിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ കടലിൻ്റെയും കായലിൻ്റെയും നടുക്കാണ് ഈ അമ്പലം എന്ന് പറഞ്ഞത്. ഇപ്പോൾ കായലിൻ്റെ നടുക്കാണ് നമ്മുടെ സ്ഥലം എന്നൊക്കെ പറയുന്നത്. എൻ്റെ വീട് ഇവിടെ തന്നെയാണ്. അപ്പോൾ രാവിലെ അമ്പലത്തിൽ ഇന്ന് കൊടിയേറ്റ. അപ്പോൾ കൊടിയേറ്റായിട്ട് ഞാൻ വിചാരിച്ചു കൊടിയേറ്റല്ലേ പൊങ്കാല ഇട്ട് കളയാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി അമ്മയും ഞാനും കൂടെ. അമ്മ അവിടെ തന്നെ റെഡിയായി ചെന്ന് അടുപ്പൊക്കെ കത്തിച്ച് നമ്മുടെ കലമൊക്കെ വെച്ച് പൊങ്കാല ഇടുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേവിയുടെ നേരെ നിന്ന് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് താന്നി എന്ന് പറയുന്നത്. നമ്മുടെ താന്നി ബീച്ച് ഫേമസ് ആണ്. ഇപ്പം താന്നി ബീച്ചിൽ വന്നാൽ നല്ല കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കടലിലൊക്കെ കാല് നനച്ച് കായൽ വേണമെങ്കിൽ കായലിൽ ചൂണ്ടയിട്ട് മീനൊക്കെ പിടിച്ച് ഇങ്ങനെ പോവാം. നല്ല സ്ഥലമാണ്. അവിടുത്തെ മണ്ണ് കണ്ടോ, അപ്പം ബാക്കിൽ കാണുമ്പോൾ നിറയെ നല്ല പഞ്ചാര മണലാണ്. പിന്നീട് നമ്മുടെ ഉത്സവമാണ്. ഇവിടെ മാർച്ച് 2-ാം തീയതി ഉത്സവം. അപ്പോൾ ഈ ഉത്സവത്തിന് ഭയങ്കര രസമാണ്. അടുത്ത് ലൈറ്റ് സെറ്റിങ് ഭയങ്കര രസമാണ്. അപ്പം നമ്മൾ രാത്രി വന്നാൽ നമുക്ക് ഈ ലൈറ്റും കാര്യങ്ങളും എല്ലാം കാണാം. അവിടെ പാലം ഉണ്ടല്ലോ, താന്നി പാലത്തിൻ്റെ അവിടെ തൊട്ട് തുടങ്ങും. അവിടെ തൊട്ട് ഈ അമ്പലം വരെ ഫുൾ ലൈറ്റും കാര്യങ്ങളുമാണ്. നല്ല ഭംഗിയാണ് കാണാൻ. വന്ന് കണ്ട് എല്ലാവർക്കും ആസ്വദിക്കാം. പിന്നീട് ഈശ്വര പ്രാർത്ഥനയിൽ ഞങ്ങളുടെ പൊങ്കാല നല്ല തിക വരുന്നുണ്ടോ, തിക വന്ന് ദേവിയുടെ നേരെ തന്നെ പൊങ്കാല ഇടുന്നവർക്ക് അറിയാൻ പറ്റും. ആ പത വന്ന് നേരെ ബാക്കിലോട്ട് വീണു. അപ്പോൾ ദേവി ഇരിക്കുന്ന ഭാഗത്താണ് വീഴുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പൊങ്കാല ഇടുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ തിക എങ്ങനെ വരണം, തിക വന്ന് ഇങ്ങനെ നിറഞ്ഞ് തൂവണം. എങ്കിൽ മാത്രമേ നമുക്ക് തൃപ്തി വരുത്തുള്ളൂ. എങ്കിലേ അത് തൃപ്തിയായെന്ന് നമ്മൾ വിചാരിക്കത്തുള്ളൂ, ദേവിയുടെ അനുഗ്രഹം കിട്ടിയെന്ന് നമ്മൾ വിചാരിക്കത്തുള്ളൂ. അപ്പോൾ ഈ അമ്പലത്തിൽ 2 ദേവിമാരാണുള്ളത്. അപ്പം 2 പേർക്കും കൂടി ഒരു പൊങ്കാലയാണ് ഇട്ടത്. പിന്നീട് ഇവിടുത്തെ പൊങ്കാല മെയിനായിട്ട് നമ്മുടെ ഉത്സവത്തിൻ്റെ അന്നാണ്. അപ്പോൾ ഉത്സവം എന്ന് പറയുമ്പം മാർച്ച് 2-ാം തീയതിയാണ് ഉത്സവം. ഒരുപാട് ആളുകൾ കാണാൻ വരുന്നത്. പകൽപ്പൂരങ്ങളും ചെണ്ടമേളങ്ങളും കൊണ്ട് മനോഹരമാണ്. ഒരാനയുള്ളത്. അപ്പോൾ ഇവിടുത്തെ തിടമ്പേറ്റാൻ വേണ്ടി ഒരാന. ഇപ്പം നമ്മുടെ ആനയൊക്കെ വലിയ കുഴപ്പമായതുകൊണ്ട് എന്തായാലും ഇത്തവണ ഒരാന മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാം നല്ല ഐശ്വര്യത്തിൽ നടക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഉത്സവത്തിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വ്ളോഗിൽ വരാം കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കാണാം. അപ്പോൾ കൊല്ലം ജില്ലയിൽ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ വന്ന് ഉത്സവം കാണണം കേട്ടോ. താന്നി സ്വർഗ്ഗപുരം ദേവീ ക്ഷേത്രത്തിൽ മാർച്ച് 2-നാണ് ഉത്സവം. അപ്പോൾ രാത്രി വന്നാൽ നമ്മുടെ ഈ ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ കുട്ടികളെയും കൊണ്ടൊക്കെ വന്ന് കണ്ടാൽ നല്ല നമ്മുടെ മനസ്സിനും നല്ല സന്തോഷം, അത്ര മനോഹരമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ.